മഴ തോരുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലയുടെ അടുത്ത് ചെന്നിരുന്ന് വൈജയന്തി തൻ്റെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്നത്. പ്രാരാബ്ദം എന്ന് വെച്ചാൽ പൈസരല്ല, ആ വീട്ടിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വൈജയന്തിക്ക് തോന്നി നമ്മുടെ കമലയ്ക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് കമലടുത്തി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ വീണ്ടും പറയുന്നു, അലീനയും മനുവും തമ്മിൽ ഇഷ്ടത്തിലാണ്, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും. അങ്ങനെയൊന്നും മനു ചെയ്യില്ലടി, അവളെ കൊണ്ടുവന്നത് അവനല്ലേ, ഒരു അവനുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നറപ്പാ. അങ്ങനെ പറഞ്ഞിരുന്നാൽ കാണാമെന്ന് പറയും. അതിനുശേഷം വീണ്ടും ഹോം നേഴ്സിനെ വിളിക്കുന്നു. അപ്പോൾ ആ ഹോം നേഴ്സിംഗ് സെൻറ്ററിൽ നിന്ന് പറയുന്നുണ്ട്, ഒരു ഹോം നേഴ്സ് കൂടി ഉണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചു കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. മുത്തശ്ശി വിളിച്ചിട്ട് വൈജയ് നീ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ എവിടെ ആയാലും അമ്മയ്ക്ക് എന്തായെന്ന് ചോദിക്കും. നീ തോന്നിയോടത്തൊക്കെ നടക്കുകയാണല്ലേ എന്ന് പറയും. നിനക്ക് ബാലേന്ദ്രനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോയാൽ പോരായിരുന്നു, എന്തിനാ ബാലേന്ദ്രൻ പോയത് എന്നോട് ചോദിച്ചിട്ടാണോ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഇല്ലേ, പിന്നെ എന്തിനാ അമ്മ എൻ്റെ കാര്യം അന്വേഷിക്കണേന്ന് പറയും. നിൻ്റെ മക്കൾ 3 എന്ന് ചോദിക്കും. എൻ്റെ മക്കളെ സ്വന്തം ജീവിക്കാറായാണ് എൻ്റെ മക്കൾ, അവർ സ്വന്തം ജീവിച്ചോളും ഞാനില്ലെങ്കിലും എന്നും പറയുന്നുണ്ട്. ശരി, നിൻ്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അമ്മയ്ക്ക് ചോറ് കൂറ് അവിടെ അല്ലേ, എൻ്റെ ചോറും കിട്ടുമെന്ന് പറയും. ഞാൻ നിൻ്റെ ചോറല്ല ഉണ്ണണത്, ഞാൻ ബാലേന്ദ്രൻ്റെ ചോറും ഉണ്ണണത്. നീ കൊണ്ടുവരുന്നത് മുഴുവൻ സമ്പാദിച്ച് വയ്ക്കല്ലേ, അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചാവാറായി എനിക്ക് വേണ്ടിയിട്ടായിരിക്കും, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, കമല ചവിട്ടി പുറത്താക്കുമ്പോഴോ നീ പഠിക്കുള്ളൂ എന്ന് പറയും. അതിനുശേഷം അമ്മ വിളിച്ചത് എന്നൊക്കെ പറയും. പിന്നീട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അലീനോട് പറയുന്ന, അവൾ അവിടെ ഉണ്ട് കമലയുടെ അടുത്ത്, കമല ചവിട്ടി പുറത്താക്കണവരെ ഉണ്ടാവുള്ളൂ, അവൾ എത്ര ദിവസം നോക്കും അവിടെ എന്ന് പറയും. അത് ഈ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. തമ്മിലുള്ള പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ, അവർ തമ്മിലുള്ള പ്രശ്നം മാറണമെന്നുണ്ടെങ്കിലേ മുത്തശ്ശി ഒരാൾ ആയുധം വെച്ച് കീഴടങ്ങണം. മേഡം അത് ചെയ്യാൻ തീരെ തയ്യാറല്ലല്ലോ എന്ന് പറയും. അവൾ ജമ്മത്ത് ബാലേന്ദ്രൻ്റെ മുന്നിൽ മുട്ടുകുത്തില്ല, അവൾ അങ്ങനെയെന്ന് പറയും. കയറിയിരിക്കുന്ന വഞ്ചിയിൽ അപ്പുറം ഇപ്പുറം ഓട്ടിയിട്ട് മേഡത്തിൻ്റെ പരിപാടി, മുങ്ങുമ്പോൾ എല്ലാവരും കൂടി മുങ്ങും. അല്ലെങ്കിൽ തന്നെ മക്കളുടെ കാര്യം നോക്കിയേ, ബബിത എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. കൃഷ്ണമോള് നല്ല മിടുക്കിന്, പക്ഷേ രോഹിത്ത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടും മുത്തശ്ശി. രണ്ടുപേരും അങ്ങനെയാണ്. ആർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഞാൻ നോക്കൂത്തിയായിട്ട് നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ. കുറേയൊക്കെ ശ്രമിച്ചു നോക്കി, ഇനി ഇവരാട്ടും തുപ്പും കേട്ട് ഇവരുടെ ഇടയിൽ നിന്നിട്ട് അവരെ നന്നാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്, വൈജയന്തി ഒരുങ്ങി റെഡിയായി കാറിൻ്റെ താക്കോലൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാറിൻ്റെ താക്കോല് കാണില്ല. എല്ലായിടത്തും എല്ലാവരും അന്വേഷിച്ചെടുക്കും. അപ്പോൾ ആ നേരത്ത് ഹരിശങ്കർ കാറിൻ്റെ താക്കോലും കൊണ്ടുവരുന്നുണ്ട്. നീ എങ്ങനെയാണ് എൻ്റെ കാറിൻ്റെ താക്കോലും കൊണ്ട് പോയെന്ന് വെച്ചപ്പോൾ ആൻറ്റിയുടെ വണ്ടിക്ക് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കണ്ട്, എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും. ബോണറ്റിൻ്റെ അടിയിൽ നിന്ന് പുകയൊക്കെ വരുന്ന കണ്ട് ഞാൻ. അപ്പോൾ നീ എവിടം വരെയും കൊണ്ടുപോയി? ഞാൻ ബസ് സ്റ്റാൻഡ് വരെയും പോയുള്ളൂ എന്ന് പറയും. ഗേൾ ഫ്രണ്ടിനെ കോളേജിൽ കൊണ്ടാക്കാൻ പോയതാവും എന്നിങ്ങനെ പറയുന്നു സഹോദരി. നീ പൊടി അവിടെ നിന്ന് പറയും. എന്നിട്ട് പറയുന്നതേ കമലടുത്തി, ഇവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ, ഇവൻ അവിടെ വന്ന് കാണിച്ചതൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയും. കാണിച്ചു കൂട്ടിയത് അവനെ രോഹിത്തിന് ചീത്തയാക്കണത്, അല്ലാണ്ട് അവനല്ല എന്ന് പറയും. പിന്നെ രോഹിത്ത് ഇവിടെ വന്നിട്ടാണല്ലോ ഇവനെ ചീത്തയാക്കണേന്ന് പറയും. നീ ആവശ്യമില്ലാത്ത അതൊന്നും പറയാൻ നിൽക്കാണ്ട് നീ പോകാൻ നോക്കിയ വൈജിയെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹരിയോട് പറയുന്നുണ്ട്, ഒരാളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാളോട് അനുവാദം ചോദിക്കണോടാന്ന് പറഞ്ഞ് ഇഷ്ടക്കുറവ് കാണിച്ചിട്ട് തന്നെയാണ് വൈജയന്തി പോകുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി കൊണ്ടുവരുന്നു പുതിയ വേലക്കാരിനെ, സുമിത്ര എന്നൊരു പേര്. അവിടെ മുറ്റത്ത് തന്നെ കാറ് നിർത്തുമ്പോൾ, എൻ്റെ അമ്മോ ഇത്രയും വലിയ വീടോ എന്ന് ചോദിക്കും. അകത്ത് ചെന്നതിനേക്കാളും വലിയ വീടെന്ന് പറയും. അങ്ങനെ ഇതിന് ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയും. ആ സമയത്ത് ബബി വന്ന് ചോദിക്കണം, അമ്മ ഇതാരാണ്? ഇതിന് പുതിയ ഹോം നേഴ്സ്. അപ്പോൾ അവളോടൊന്ന് പറഞ്ഞയക്കാൻ പോണ്. അച്ഛൻ സമ്മതിക്കും, അച്ഛൻ്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയും. ഡൈനിങ് ഹാൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സുമിത്രയ്ക്ക് ഡൈനിങ് ഹാളല്ല കാണുന്നത്, ടി വി ഇരിക്കുന്ന സ്ഥലമാണ് കാണേണ്ടത്. ടി വി എവിടെയാണ് ഇരിക്കണേന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് സഹിക്കാണ്ട് നിവർത്തിയില്ല, കാരണം അലീനെ പുറത്താക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ടി വി ഇരിക്കുന്നതാണ്. എനിക്ക് വൈകുന്നേരം 6 മണി തുടങ്ങി രാത്രി 10 മണി വരെ എനിക്ക് ടി വി കാണണം എന്ന് പറയും. പകലുച്ചയ്ക്കും കാണണം, 1 മണി 2 മണി തുടങ്ങിയെന്ന് പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് ജോലി എടുക്കാൻ വല്ല നേരം ഉണ്ടോ എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ ചെയ്യും, എൻ്റെ ജോലിയൊക്കെ ഞാൻ രാവിലെ 9 മണിക്കുള്ളിൽ എല്ലാം തീർക്കും എന്നിങ്ങനെ പറയുന്നേ. ശരി വാ, നിനക്ക് ഞാൻ അമ്മനെ കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ അമ്മരെ മുറിയിലേക്ക് ചെല്ലണം. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശീനെ തുടച്ച് വെള്ളമൊക്കെ കൊടുത്ത് അലീന ഇങ്ങനെ നിൽക്കായിരിക്കുള്ളൂ. അപ്പോൾ അലീനെ കാണുമ്പോൾ വൈജയന്തി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നീ വന്നോടി എന്ന് ചോദിക്കും. ഞാൻ വന്നു എന്ന് പറയും. എനിക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ബാലേന്ദ്രനോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ, ബാലേന്ദ്രനോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ബാലേന്ദ്രനെ പോലെ,
എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. ആ ശരി എന്ന് പറയും. പുതിയ ഹോം നേഴ്സിനോട് പറയും വാ അങ്ങോട്ട് കയറി വാന്ന് പറയും. ഇതാരണ്ടീന്ന് ചോദിക്കും. ഇത് നമ്മനെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സ്. അപ്പോൾ അലീനയാന്ന് പറയും. അവളെ ഞാൻ ഇന്ന് പറഞ്ഞു വിടാൻ പോണ്. അല്ലേ ഇതന്നെ അവൾ പോകാൻ നിൽക്കല്ലേ, അവൾ ഇന്ന് തന്നെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറയും. എൻ്റെ അലീനോട് പറയും പുതിയ ഹോം നേഴ്സ് ആയില്ലേ, ഇനി നീ ഇവിടുന്ന് പൊക്കോളാൻ പറയും. ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. നീ പോകണം എന്ന് പറയും. എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയും. ഞാൻ ബാലേന്ദ്ര സാറിനോട് ഒന്ന് വിവരം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാലേന്ദ്ര സാറിൻ്റെ അടുത്ത് നീ പോയി വിവരം പറയണ്ട, നീ അങ്ങോട്ട് പൊക്കോ ബാലേന്ദ്രനോട്, ഞാൻ വിവരം പറഞ്ഞോളാന്ന് പറയും. ബാലേന്ദ്രനെ അറിയാണ്ട് അലീനനെ പറഞ്ഞുവിടാനുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ അലീന വൈജയന്തിയുടെ മുഖത്ത് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിൽ കാണിക്കുന്നത് ബാലചന്ദ്രൻ കോണിമ്പല്ലടിക്കും. അപ്പോൾ വൈജയന്തി കയറി ചെല്ലുമ്പോൾ വീണ്ടും കോണിമ്പല്ലടിക്കും. അത് അലീനയ്ക്കുള്ളതായിരുന്നു. അങ്ങനെ അലീന ചെല്ലുമ്പോൾ പറയും എനിക്കൊരു കുക്കമ്പർ സലാഡ് വേണം എന്ന് പറയും. ഞാൻ കൊണ്ടുതരാം എന്ന് വൈജയന്തി പറയും. നീ കുക്കമ്പർ സലാഡ് കൊണ്ടുവരുന്ന പ്ലേറ്റ് എടുത്ത് നിൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ വൈജയന്തി ആകെ വല്ലാണ്ടാവുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ബാലേന്ദ്രൻ താഴെ ഇറങ്ങി വരുന്നുണ്ട്. കാരണം അലീന പോകാണ്. അപ്പോൾ അലീനനെ പറഞ്ഞയക്കാൻ തയ്യാറെടുപ്പും പുതിയ ഹോം നേഴ്സ് വന്നതൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടും. അപ്പോൾ വൈജയന്തിയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നത് നിനക്ക് അലീനയുടെ സേവനം ആവശ്യമില്ലേന്ന് ചോദിക്കും. എനിക്ക് അവളുടെ സേവനം ആവശ്യമില്ല. ശരി വേണ്ട അലീന, ഒരു കാര്യം, ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം, ഒരു തുള്ളി വെള്ളം പോലും നീ വൈജയന്തിക്ക് കൊടുത്തു പോകരുത്, ഇതെൻ്റെ ആജ്ഞയെന്ന് പറയും. അപ്പോൾ അലീനൻ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഈ വീട്ടിലായിരുന്നു, ഞാനിവിടെ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയോ, എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ലേന്ന് ചോദിക്കും. നിനക്ക് സ്ഥാനം ഉണ്ടായിരുന്നു, നിൻ്റെ സ്ഥാനമൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു. ഇത് പറയുന്നത് ബാലചന്ദ്രനാണ്, പഴയ ബാലചന്ദ്രനല്ല, പുതിയൊരു ബാലചന്ദ്രനാണെന്ന് പറയും. അങ്ങനെ ഈ ബാലചന്ദ്രന് ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുന്ന ബാലചന്ദ്രൻ ഇത്രയും ദേഷ്യത്തോടെ ഇതിന് മുന്നേ കണ്ടിട്ടുമില്ല. അല്ലെങ്കിലാണെങ്കിൽ ആകവല്ലായ്മ പറഞ്ഞയക്കണമില്ല. അങ്ങനെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. എന്തായാലും വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു ഭാഗം കൂടി ഏഷ്യാൻ്റെ പ്രൊമോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.